സോ ഗൈസ്, ഒരു മൂവി സ്ക്രീനിൻ്റെ പിന്നിലുള്ള ആക്ച്വൽ ഹീറോസാണ് സ്റ്റൺമാൻ. നമ്മുടെ നായകൻ്റെ അല്ലെങ്കിൽ നായികരെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഇത്തിരി കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള സീൻസൊക്കെ അഭിനയിക്കുന്ന കക്ഷികളാണ് സ്റ്റൺമാൻ. കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നിങ്ങൾക്കറിയാം. ഇപ്പോഴത്തെ കാലത്ത് സിനിമകൾ കൂടുതലും ആക്ടേഴ്സ് തന്നെയാണ് ആ ഒരു സ്റ്റണ്ടിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. എക്സാമ്പിൾ ടോം ക്രൂസ്, പൃഥ്വിരാജ്, ടോവിനോ. ഹോളിവുഡിലാണ് കുറച്ച് കൂടുതലുള്ളവർ, എസ്പെഷ്യലി ടോം ക്രൂസ്. സോ ഒരു കാലഘട്ടത്തിൽ സ്റ്റൺമാൻ ഇല്ലാതെ ആക്ടേഴ്സിന് അഭിനയിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ബിക്കോസ് അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ആ റിസ്ക് എടുക്കാൻ അവർ തയ്യാറാവത്തില്ല. സോ അതിനെക്കുറിച്ച് ഒരു സിനിമയാണ് ദി ഫോൾ ഔട്ട്. ഇതൊരു എന്താ പറയുക, ബയോപിക്കോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഡോക്യുമെൻ്ററി ഒന്നുമല്ല. നമ്മുടെ 1980s ടി വി സീരീസിൽ വന്നുപോയ ഒരു സീരിയൽ, ഒരു കോമഡി ആക്ഷൻ സീരിയലിനെ ആസ്പദമാക്കിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലൂസ് ത്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കിയൊരു സിനിമയാണ് ദി ഫോൾ ഔട്ട്. സ്റ്റൺമാൻ്റെ ജീവിതത്തിൽ ചില ഒരു കഥ ആണ് ഈ സിനിമ പറയുന്നത്. ഫുള്ളി ആക്ഷൻ പാക്ഡാണ്, ഫുൾ കോമഡി, തുടക്കം മുതൽ അവസാനം വരെ കോമഡി ഉണ്ട്. നിങ്ങൾ അത്യാവശ്യം ലോജിക്ക് നോക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സിനിമ കാണാതിരിക്കുക. കാരണം ഈ സിനിമയിൽ തീരെ ലോജിക്കൊന്നുമില്ല. ഒരു ആക്ഷൻ പാക്ഡ് നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റാവുന്ന നല്ല രീതിയിലുള്ളൊരു സിനിമ. നൗ സ്പീക്കിംഗ് അബൌട്ട് ലോജിക്കുള്ള സിനിമകൾ എവിടെയും റിലീസായ കാര്യം ഞാൻ ഇതുവരെ കേട്ടിട്ടൊന്നുമില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ക്രിറ്റിക്സിൻ്റെ ഒരു നീണ്ട നിര തന്നെ യൂട്യൂബിൽ കാണും. കാരണം ലോജിക്ക് വെച്ചിട്ട് സിനിമ പിടിക്കാൻ, ഒരു കഥ പറയാനത് എളുപ്പമൊന്നുമല്ല. യു നീഡ് ടു ഹാവ് സം കൈൻഡ് ഓഫ് ഇമാജിനേഷൻ, ഒരു ഫാൻസിനെസ് അതിൽ അത്യാവശ്യമാണ്. ഈ ഒരു കഥയിൽ കുറേ ഫാൻസിനെസ്സും കുറേ ലോജിക്കില്ലായ്മൊക്കെ കിട്ടിയിട്ടുണ്ട്. ബട്ട് ദിസ് സിനിമ ഈസ് എ ബ്ലോക്ക് ബസ്റ്റർ. കാരണം അത്യാവശ്യം നല്ല റിവ്യൂസാണ് റോട്ടൺ ടൊമാറ്റോസിലും IMDb പറയുന്നത്. എമിലി ബ്ലണ്ട് ആൻഡ് റയാൻ ഗോസ്ലിംഗ് നല്ല ഉഗ്രൻ കോമ്പിനേഷനാണ് ഇവർ കാഴ്ചവെച്ചിരിക്കുന്ന ഒരു സിനിമയിൽ, തുടക്കം മുതൽ അവസാനം വരെ. നൗ ടു ഗിവ് യു എ സ്റ്റോറി, അല്ലെങ്കിൽ ഒരു ഗ്ലിംസ് പറയുകയാണെങ്കിൽ, റയാൻ ഗോസ്ലിംഗ് AKA കോഡി അങ്ങനെ എന്തോരം പേര്, എന്താണ് കക്ഷിയുടെ പേര്. കക്ഷി സ്റ്റൺമാനാണ് ഈ ഒരു സിനിമയിലായിട്ട് അഭിനയിക്കുന്നത്. സോ കക്ഷിയുടെ ജീവിതത്തിലെ ചില കോമഡി തരമായ കാര്യങ്ങൾ വെച്ചിട്ടാണ് സിനിമ തുടങ്ങുന്നത്. ആൾ ടോം റൈഡർ എന്ന് പറയുന്ന ഒരു നടൻ്റെ സ്റ്റൺമാനാണ്. ടോം റൈഡർ ആണെങ്കിൽ പക്ക എന്താ പറയുക, വിഡ്ഡി അല്ലെങ്കിൽ ഭയങ്കര ഈഗോ ഉള്ള മനുഷ്യൻ. അങ്ങനെ സ്റ്റൺസ് ഒന്നും തീരെ ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. പക്ഷേ കക്ഷിയുടെ മുഖം എല്ലായിടത്തും ഫേമസ് ആണ്. ഈസ് മാർക്കറ്റിംഗ് ഹിംസെൽഫ്. സോ ആൾക്കൊരു നല്ല ഒരു മാർക്കറ്റിംഗ് ഡിമാൻഡ് ഉണ്ട്. സോ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആൾ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു സ്റ്റണ്ടിൽ ചെറിയൊരു വശപ്പിശക് കാരണം നമ്മുടെ കോഡി നട്ടിലൊടിഞ്ഞ് വീഴാണ്. കക്ഷിക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ക്യാമറമാനായിട്ട് എല്ലാം സെറ്റിലുണ്ടായിരുന്നത്. അവരുമായിട്ട് എന്തോ ഈ ഒരു പ്രശ്നം കാരണം, ഈ ഒരു സെറ്റിലുണ്ടായ ഈ ഒരു അപകടം കാരണം കക്ഷി അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. ഒരു ഒന്നൊന്നര കൊല്ലത്തിന് ശേഷം ഈ ടോം റൈഡറിൻ്റെ PA മാനേജർ ഈ കക്ഷിനെ വിളിച്ച് പറയാൻ, മതി നീ ഒരു വാലെ പാർക്കിങ്ങിൽ ഇങ്ങനെ എന്താ പറയുക ഡ്രൈവറായിട്ട് നിൽക്കുന്നേക്കാളും നീ തിരിച്ച് സെറ്റിലേക്ക് പോവാം. ഓസ്ട്രേലിയയിൽ നിൻ്റെ ഗേൾ ഫ്രണ്ട് ക്യാമറമാൻ എന്ന് മാറി ഇപ്പോൾ ഒരു പടം ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. കക്ഷി വിളിച്ചിട്ടുണ്ടായിരുന്നു, കക്ഷി നിന്നെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. സോ നീ തീർച്ചയായിട്ടും വരണം, ടോം റൈഡറാണ് ഈ സിനിമയിലെ നായകൻ. സോ നീ തന്നെ സ്റ്റൺമാനായിട്ട് അഭിനയിക്കണം. ഗേൾ ഫ്രണ്ട് പേര് പരാമർശിക്കുമ്പോൾ കക്ഷി ബാഗ് എടുത്ത് ചാടി നേരെ ഓസ്ട്രേലിയയിലേക്ക് വിടുന്നു. സെറ്റിൽ പോയി ചേരുന്നതിന് ശേഷമാണ് കക്ഷിക്ക് മനസ്സിലാവുന്നത് എന്തോ ഒരു വലിയ കോൺസ്പിറസി ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളത്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, ട്രെയിലർ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം ഊഹം കിട്ടും. പക്ഷേ പിന്നീട് ആ കോൺസ്പിറസിൻ്റെ ഭാഗമാവുകയും പിന്നെ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഷെർലോക്ക് ഹോംസ് പോലെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയും ചെയ്യുന്നതാണ് പിന്നത്തെ കഥാതീന്തു എന്ന് പറയുന്നത്. തുടക്കം മുതൽ അവസാനം വരെ ചിരിക്കാനുള്ള നല്ല വകുപ്പുണ്ട്. ഇംഗ്ലീഷ് അറിയാമെങ്കിൽ മാത്രമേ സിനിമ കണ്ടാൽ മതി, ഇല്ലെങ്കിൽ കോമഡി ഒന്നും മനസ്സിലാവത്തില്ല ഗൈസ്. കാരണം ഇഷ്ടം പോലെ വാക്ക് തർക്കങ്ങൾ ഈ സിനിമയിലുണ്ട്. ഈ എമിലി ബ്ലണ്ടും റയാൻ ഗോസ്ലിംഗ്, ഈ രണ്ട് ക്യാരക്ടേഴ്സ്, രണ്ട് നടന്മാർ തമ്മിൽ എന്താ പറയുക, കാലങ്ങൾക്ക് ശേഷം ഒരു വർഷത്തിന് ശേഷം ഇങ്ങനെ കണ്ടുമുട്ടുമ്പോൾ ഒരു 2-3 കോമഡി രംഗങ്ങളുണ്ട്. ദേഷ്യം പ്രകടിപ്പിക്കുന്നതും സംസാരിക്കുന്നത്. സോ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്. മനസ്സിലായ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ പിന്നെ പോയി പഠിച്ച് വേടെ 21-ാം നൂറ്റാണ്ടോ പടം. ഇസ് വൺ ഓഫ് എ ക്ലൈഫ് ആൻഡ് മൈ ഒപ്പീനിയൻ യു ഷുഡ് റിയലി വാച്ച് ദിസ്. ആൻഡ് നേരത്തെ പറഞ്ഞപ്പോൾ റോട്ടൺ ടൊമാറ്റോസ് ആൻഡ് IMDb നല്ല ഹൈ ക്ലാസ് റേറ്റിംഗ് ആണ് ഈ പടത്തിന് കൊടുത്തിരിക്കുന്നത്. അത്ര വലിയ റേറ്റിംഗ് ഒന്നുമില്ല. എന്നിരുന്നാലും ഐ വാസ് എൻ്റർടൈൻ ആൻഡ് ഐ ഫീൽ ഹാപ്പി വാച്ചിങ് ദിസ് മൂവി. ആൻഡ് ഞാൻ അത്യാവശ്യം ചിരിച്ചു, മണ്ണ് തപ്പി തിരിച്ചില്ല, അത്യാവശ്യം ചിരിച്ചു. ദാറ്റ്സ് ഇനഫ് ഫോർ മീ. അതുകൊണ്ട് തന്നെ ഈ മൂവി ഞാൻ നിങ്ങൾക്കും റെക്കമെൻഡ് ചെയ്യുന്നു ഗൈസ്.
സ്റ്റൺമെൻ കൊള്ളാം, ഇഷ്ടപ്പെട്ടു, നല്ലൊരു പടമാണ് ദി ഫോൾ ഔട്ട്. ദ ഫോൾ ഔട്ട് എന്ന് പറയുന്ന ആ ഒരു ലോഗോയുടെ ഒരു മനുഷ്യൻ ചാടുന്ന ഈ കക്ഷി തന്നെയാണ് റയൻ ഗോസ്ലിംഗ്. ക്ലൈമാക്സ് സീനിലാണ് ആ ഒരു രംഗം വരുന്നത്. കക്ഷി ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് ചാടി ഇങ്ങനെ പെരുകിരികിരിക്കും കൊലയാടി ഇങ്ങനെ. ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ്, ഈ ഒരു സിനിമയ്ക്ക് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡുണ്ട്. കാരണം ഈ ഒരു സിനിമയിൽ ഒരു സീനുണ്ട്, ഇങ്ങനെ കാർ ഇങ്ങനെ കാനോൺ റോൾ എന്ന് പറയും. കാനോൺ റോൾ, ആ ഒരു റോൾ ഏറ്റവും ഹയസ്റ്റ് ടൈംസ് റോൾ ചെയ്തതിനുള്ള ഒരു ഗിന്നസ് റെക്കോർഡ് ഈ ഒരു സിനിമയ്ക്കുണ്ട്. ഈ സിനിമയിലെ ഒരു രംഗം അതിനെങ്ങനെയുണ്ട്, ഒരു കാറിങ്ങനെ ഓടിച്ച് ബീച്ചിൽ ഇങ്ങനെ റോൾ ഓവർ ചെയ്യും. സോ ഇത്ര 4 or 5 ടൈംസ് എന്തോ ആണ്. സോ ഹയസ്റ്റ് വേൾഡ് റെക്കോർഡ് അല്ലെങ്കിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടി ഒരു സിനിമ ആ റോൾ ചെയ്തതിന്. പടം ഏറെക്കുറെ നല്ല കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ ലോജിക്കൊക്കെ തപ്പി നടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ദെൻ ഡോണ്ട് കാണാൻ നിൽക്കേണ്ട. നിങ്ങൾക്ക് കാണാൻ പറ്റിയ നല്ല സിനിമ. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത സിനിമയായിട്ട് വരും വരെ സ്റ്റേ ട്യൂൺ ഫോർ മൂവ് ആൻഡ് ഡു ലീവ് യുവർ കമൻറ്റ്സ് ബിലോ ഇഫ് യു ഹാവ് വാച്ച് ദിസ് ഫിലിം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായിരുന്നു, കണ്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? എനിക്ക് മാത്രമാണ് ഇഷ്ടപ്പെട്ടത്. കാരണം നമ്മുടെ ടോവിനോ തോമസിൻ്റെ നടിക്കാർ എന്ന സിനിമ ഞാൻ പോസിറ്റീവായിട്ട് റിവ്യൂ ചെയ്തപ്പോൾ അടിയിൽ ഒരുത്തന്നെ എഴുതി പെയ്ഡ് റിവ്യൂ ആണോ, ക്യാഷ് കിട്ടിയിട്ടാണോ ചെയ്തത്. ഗൈസ്, യൂട്യൂബ് പോലും എനിക്ക് വാഷ് ചെയ്ത് പൈസ തരുന്നില്ല, അത്രമാത്രം വലിയ ആളൊന്നായിട്ടില്ല. സോ വാസിൻ്റ് എ പെയ്ഡ് റിവ്യൂ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എന്ന് നിർബന്ധമില്ല. ബട്ട് ദ ഫോൾ ഔട്ട് ഇസ് എ ഡിഫറെൻറ്റ് കൈൻഡ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഇംഗ്ലീഷ് അറിയാവുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടും. സോ ഗൈസ്, റിപ്പീറ്റ് ചെയ്ത് മടുത്തു. അടുത്ത വീഡിയോയിൽ കാണാം.